വെള്ളമാണോ? നിന്റെ വെള്ളം ടേബിൾ തന്നെയല്ലേ? ഹലോ. ഇപ്പോൾ വയനാട്ടിൽ നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പ് പറഞ്ഞാൽ ഇങ്ങനെ കോച്ചി പോകുന്ന തണുപ്പാണ് കേട്ടോ. അപ്പോൾ രാവിലെ സിനൂട്ടിനെ സ്കൂളിലാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ശരിക്കും കൈയൊക്കെ മരവിച്ച് പോകും. അങ്ങനത്തെ തണുപ്പാണ്. പിന്നെ സിനൂട്ടിനാക്കി മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നു. അമ്പിളിനെ കൂട്ടി മദ്രസിൽ നിന്ന് കൂട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് ആക്കിയിട്ടുണ്ട്. നല്ല പരിപ്പ് കറി, ബീഫ് ഫ്രൈ, അതിനൊരു തുറമാങ്ങേൻ്റെ കഷ്ണം ഇപ്പോൾ വരുന്ന വഴിക്ക് വാങ്ങിയതാട്ടോ. അപ്പോൾ എന്താ ഇതെല്ലാം പാക്ക് ചെയ്യണം. അമ്പിളിക്കുട്ടിക്ക് സ്നാക്സ്, മുന്തിരി, പിന്നെ വെള്ളവും. അമ്പി പോയിട്ട് ഞാൻ എന്തൊക്കെ വാങ്ങിയെന്നുള്ള കാണിക്കാം കേട്ടോ. ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ സ്കൂളിൽ പോകുന്ന ആൾ മുടി കെട്ടണം. 35 38. ഉപ്പച്ചി ചിലപ്പം 18-ാം തീയതി വരും. ഇന്ന് ഫ്ലൈറ്റിൽ കയറും. എന്തിട്ടാ വെറുതെ പറയും ഞങ്ങൾ പറ്റിക്കാൻ. 17-ാം തീയതി ഫ്ലൈറ്റിൽ കയറും, 18-ാം തീയതി വരും. ഇപ്പം മുട്ടായി കൊണ്ടുവരും. ഗൈസ് അതെന്റെ ഫ്രണ്ടാ. അപ്പോൾ ഇതൊക്കെ വാങ്ങി കേട്ടോ. മല്ലിച്ചപ്പ് കുറേ ദിവസമായി വന്നിട്ടില്ല. എന്താ കുറച്ച് മുട്ട വാങ്ങി. എൻ്റെ ഈ മുട്ടക്കൊട്ട കാലി അതിലേക്ക് ആക്കണം. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ അത് 2 നല്ല കത്തിരിക്ക വാങ്ങിയിട്ടുണ്ട്, ജ്യൂസ് അടിച്ച് കുടിക്കണം. പിന്നെ 3 ചെറുനാരങ്ങ, തൈര്, ഒരു പാക്കറ്റ് തൈര്, പിന്നെ സോയാ സോസ് ഉണ്ടായിരുന്നു അത് വാങ്ങി, കുറച്ച് ഓയിൽ വാങ്ങി, പിന്നെ 2 ക്യാപ്സിക്കം വാങ്ങി. ഇതെപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ആവശ്യം വന്നാൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കത്തിന് അത് തന്നെ വേണമല്ലോ, അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയല്ലേ. പിന്നെ ഗരം മസാല വാങ്ങി, പിന്നെ കുറച്ച് കപ്പ വാങ്ങി. കപ്പകളെ എല്ല് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് മിക്സ് ചെയ്യണമെങ്കിൽ. പിന്നെ ഇത് ഞാൻ പൊട്ടിച്ചത് ഇപ്പോൾ വാങ്ങിയത് തുറമാങ്ങ, വയനാടൻ സ്പെഷ്യൽ തുറമാങ്ങ. ഇവിടെ ഉമ്മയൊക്കെ എപ്പോൾ ഉണ്ടാക്കുന്ന കേട്ടോ. ഇപ്പോൾ കുറേ ആയിട്ടൊന്നും ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവലുണ്ടായിരുന്നു. പിന്നെ നല്ല ഫ്രഷ് മീൻ ഏട്ട വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കറി വെക്കണം. ഇത് ഞാൻ മാത്രമേ കൂട്ടുള്ളൂ, മക്കൾ 2 ഇത് കൂട്ടൂല. മക്കൾ 2 സ്കൂളിലേക്ക് പോയി. അവർ പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ചെറിയ രീതിയിലൊക്കെ ശ്രദ്ധിക്കലുണ്ട് എൻ്റെ സ്കിന്നിന്. അപ്പോൾ അതിനുള്ള വ്യത്യാസമുണ്ട് കേട്ടോ. ആദ്യത്തെ പോലെ അങ്ങനെ ഒരുപാട് പിമ്പിൾസ് ഒന്നും ഇപ്പോൾ വരുന്നില്ല. പിന്നെ എൻ്റെ മാർക്കൊക്കെ നന്നായിട്ടൊന്ന് ഫെയ്ഡായിട്ടുണ്ട്. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അതൊക്കെ ചെയ്യൽ തുടങ്ങിയപ്പോൾ വലിയ രീതിയിലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിന്ന് കാണിക്കാം, എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നൊരു ഫേസ് വാഷാണ് കേട്ടോ. അത് ഹിമാലയൻ്റെ ക്ലിയർ കോംപ്ലക്ഷൻ ബ്രൈറ്റനിങ് ഫേസ് വാഷ്. പക്ഷേ എനിക്കിത് മാറ്റണം, കാരണം ഇത്
ഭയങ്കര ഡ്രൈ ആക്കുന്നുണ്ട് ഫേസ്. ഒരുപാട് ഫേസ് വാഷ് ഉപയോഗിച്ചത് എനിക്ക് സ്യൂട്ടായ ഒരു ഫേസ് വാഷ് ഇത് മാത്രമാണ് കേട്ടോ. പക്ഷേ ഇപ്പം എൻ്റെ മുഖത്ത് അങ്ങനെ വലിയൊരു സെൻസിറ്റീവായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനി മാറിയാൽ ഇനി വലിയ വിഷയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എനിക്ക് വാങ്ങി ഉപയോഗിച്ച് നോക്കാനും ഭയങ്കര പേടിയാണ്. കാരണം വലിയ ട്യൂബൊക്കെ വാങ്ങിക്കഴിഞ്ഞാലും ചിലപ്പോൾ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. പക്ഷെ ഇപ്പോൾ ഇത് കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്താ എനിക്കറിയില്ല. ഹോർമോൺ പ്രോബ്ലംസ് ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഞാൻ ആദ്യം വാഷ് ചെയ്യാം. കുറച്ചെടുത്താൽ മതി കേട്ടോ. കാരണം ഇത് ഭയങ്കര ഫേസ് ഡ്രൈ ആക്കും. ഫേസ് വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് തരണം കേട്ടോ. പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കരുത്. നന്നായിട്ടൊന്ന് ഫേസിലുള്ള ഡേർട്സൊക്കെ പോകുന്ന രീതിയിൽ നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് ഒരു മിനിറ്റ് 2 മിനിറ്റ് എൻ്റെ മുഖത്ത് എനിക്ക് തോന്നുന്നു രാവിലെ നന്നായിട്ട് ഡേട്ട് ഉണ്ടെന്ന്. കാരണം ഞാൻ ഇങ്ങനെ ബൈക്കിൽ മക്കളെ കൂട്ടാനും കൊണ്ടാക്കാനൊക്കെ പോകുന്നുണ്ട്. പിന്നെ നന്നായിട്ട് പൊടി അടിക്കുമല്ലോ. അപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നു നന്നായിട്ട് പൊടി ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ നേരം ഇതുപോലെ ഫേസ് വാഷ് ചെയ്യും. ഇതൊരു മൈക്രോ ഫൈബർ ക്ലോത്താണ് കേട്ടോ. അത് താത്ത ഗൾഫിൽ നിന്ന് വന്നിട്ട് തന്നതാണ്. നല്ല അടിപൊളി സാധനം കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ് അത്. അപ്പോൾ ഞാനിത് ഇതിനു വേണ്ടി മാത്രം വെച്ചിരിക്കുന്നത്. ആർക്കും കൊടുക്കാതെ, ഒന്നിനും കൊടുക്കാതെ. അപ്പോൾ അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ. ഡീകൺസ്ട്രക്റ്റിൻ്റെ വൈറ്റമിൻ സി ആൻഡ് ഫെറോളിക് ആസിഡ് സിറമാണ്. ഇത് ഇപ്പോൾ ഉള്ള സിറംസിൽ വെച്ചിട്ട് ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള വൈറ്റമിൻ സി സിറാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പിന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് അതിൽ ഒരുപാട് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഞാൻ ഒരുപാട് വൈറ്റമിൻ സിന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. കാരണം എൻ്റെ ഇങ്ങനെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് എല്ലാം ഒന്നും മാച്ച് ആവില്ല. അപ്പോൾ ഞാൻ ഒരുപാട് നിന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്തതാണ് ഡീകൺസ്ട്രക്റ്റിൻ്റെ വൈറ്റമിൻ സി ആൻഡ് ഫെറോളിക് ആസിഡ് സിറം. 10% വൈറ്റമിൻ സി ആണ്, 0.5% ഫെറോളിക് ആസിഡും ഉണ്ട്. ഇത് ഭയങ്കര വാട്ടറിയാണ് കേട്ടോ. കാണിച്ചടാ, ഭയങ്കര വാട്ടറി ആയിട്ടാണ്. അത് വേസ്റ്റ് ചെയ്യണ്ടോ, ഇതിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അത് ജസ്റ്റ് വൈറ്റമിൻ സി ആണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഫേസ് വാഷ് കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത് ടോണറാണ്. കറക്റ്റ് ഒരു സ്കിൻ കെയർ നോക്കുന്നത് ശരിക്കും ആ ഒരു ഫേസ് വാഷ് കഴിഞ്ഞ ഉടനെ ടോണറാണ് യൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് ടോണറാണ് യൂസ് ചെയ്യൽ. പക്ഷെ ഇതിൽ റൈസ് വാട്ടറാണ് കേട്ടോ. പക്ഷെ ഇതിൽ നിയാസിനമൈഡ് 3% ഉണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇതും കൂടെ യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾ വരുന്നുണ്ട്. അങ്ങനെ വന്ന പിമ്പിളാണ് ഇതാ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കൊന്നത് രണ്ടും ചില ആസിഡ്സ് മാച്ച് ആവില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനത് എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഫേസ് വാഷ് കഴിഞ്ഞിട്ട് നമ്മുടെ വൈറ്റമിൻ സി, പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ചായിട്ട് ഞാൻ നേരത്തെ വൈറ്റമിൻ സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു 5-10 മറ്റേ മോയ്സ്ചറൈസർ ക്രീമെന്ന് എനിക്ക് പറ്റിയത് തിരഞ്ഞെടുത്തതാണ് കേട്ടോ. എനിക്കിത് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. പിന്നെ ഇത് ഭയങ്കര എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നല്ല തിക്കായിട്ടാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ടിത് സ്യൂട്ടാവും. പിന്നെ വേണമെങ്കിൽ ഇനി സൺസ്ക്രീൻ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിന്ന് പുറത്തൊന്നും പോകുന്നില്ല, അകത്തൊക്കെയാണെങ്കിലും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഇന്നെന്താണ് ഞാൻ ഉപയോഗിക്കില്ല. അപ്പോൾ ഈ വൈറ്റമിൻ സി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പുറത്ത് പോവുകയാണെങ്കിൽ സൺസ്ക്രീൻ ഇടാതെ പുറത്ത് പോകരുത് കേട്ടോ. ഭയങ്കര ഇതാവും, ടാനാവും ഫേസ്. അപ്പോൾ ഇന്ന് ഞാൻ പുറത്തൊന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ
സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടു. അപ്പോൾ എന്താ അത്രയേ ഉള്ളൂ മോർണിംഗ് സ്കിൻ കെയറിൽ ഉള്ള സംഭവങ്ങൾ കേട്ടോ. ഫേസ് വാഷ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ പറയാം. മോർണിംഗ് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞേക്കുന്നതിന് പാത്രം കഴുകലുണ്ട്. ഇന്ന് എന്തോ ഒരു മൂടില്ലാത്തൊരു ദിവസം, എന്തോ മനസ്സൊന്നും ഒരു ശരിയില്ല. എന്താ നല്ല വലിയ കാരണങ്ങളൊന്നുമില്ല, പക്ഷേ പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് ഇപ്പോൾ ഞാൻ മോർണിംഗ് വാക്ക് കുറച്ച് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് രാവിലെ ഒന്നും കുടിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ആ ഒരു പ്രാക്ടീസ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഫ്ലാക്സ് സീഡോ ചിയാ സീഡോ എന്തെങ്കിലും കുടിക്കും. അപ്പോൾ ഇന്നൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് കുറച്ച് വൈകി. അപ്പോൾ ആദ്യം ഫ്ലാക്സ് സീഡ് ഇവിടെ ഇപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ, ഒന്ന് പൊതിരണം കേട്ടോ. അപ്പോഴത്തേക്കും ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാം, പാത്രങ്ങൾ കഴുകുക. അത് കഴിഞ്ഞിട്ട് വേണം മീൻകറി ഉണ്ടാക്കണം, കപ്പ പുഴുങ്ങണം. നമുക്കൊന്ന് വെക്കാനുള്ള മീനേട്ടാ നല്ല അടിപൊളിയായിട്ടൊന്ന് വെക്കണം. കുറേ ദിവസമായിട്ടോ മീൻ ഞാൻ കഴിച്ചിട്ട്, അതാണ് ഒന്ന് പോയി വാങ്ങാൻ കാരണം. എപ്പോഴും മീൻ കഴിച്ചാലും മടുപ്പാണ്. പിന്നെ ഇവിടെ മക്കൾ 2 പേരും സിനോട്ടിയും കിട്ടൂല, അമ്രയും ഇവിടെ മീൻ കഴിക്കൂല, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ഡെയിലി വാങ്ങിക്കഴിഞ്ഞാലും എനിക്കൊരു മടുപ്പാണ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി മീൻ കിട്ടിയിട്ട്, അതുകൊണ്ട് ഒന്ന് പോയി വാങ്ങിയതാണ്. നമുക്ക് നല്ല അടിപൊളി കറിയാക്കാം. അതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണം. ഫ്ലാക്സ് സീഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബീഫാണ്. ഇത് ജസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ബീഫാണ്. ഇത് ഒന്ന് ചൂടാക്കി, ഇന്നലെ വെച്ചതാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയിട്ട് തണുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പോൾ എന്തായാലും ഞാൻ എന്തെങ്കിലും ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മീൻകറി വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താണെന്നറിയില്ല, മീൻ കൂട്ടാൻ ഭയങ്കര കൊതി. അപ്പോൾ മീൻകറി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ ആദ്യം നന്നായിട്ട് കഴുകണം കേട്ടോ. അത് ഏട്ടായതുകൊണ്ട് ഭയങ്കര അഴുക്കുണ്ടാവും. അപ്പോൾ ഇതാ നമ്മളെ മീൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഉപ്പിട്ട് കഴുകുന്നില്ല കേട്ടോ. ഈ ഉപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ തോലൊക്കെ എന്താ പറയുക, തോലിങ്ങനെ ഇളകി വരുന്ന പോലെ ഉണ്ടാവും. അത് ക്ലീൻ ആകുമ്പോൾ അപ്പോൾ എനിക്കതെന്തോ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ നല്ല വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കറി വെക്കാം കേട്ടോ. അപ്പോൾ മീൻ കറി വെക്കുന്നതിന് മുന്നേ അരി ഒന്ന് അടുപ്പത്തിടുന്നുണ്ട് കേട്ടോ. 1-2 പ്രാവശ്യം സാധാ വെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകണം കേട്ടോ. കഴുകിയിട്ട് വരാം. അപ്പോൾ മീൻകറി വെക്കുന്നതിനോട് കുറച്ച് പുളി എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ
ഞാൻ ഇത്രയും സാധനങ്ങൾ നന്നാക്കി വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി വെളുത്തുള്ളിയാണ് കേട്ടത്. പിന്നെ അതിൽ ഒരു വലിയൊരു തക്കാളി, പിന്നെ ഒരു അരത്തക്കാളി, പിന്നെ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ഉണ്ട് കേട്ടോ. അവിടുത്തെ വെളിച്ചെണ്ണയാണ് കണ്ടോ. ഫുൾ കട്ടയാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, കട്ടപ്പാൽ വാങ്ങൂലേ കടയിൽ നിന്ന്, കട്ടപ്പാൽ വാങ്ങൂലേ, അത് അതുപോലെ ഇരിക്കുന്നുണ്ട് വെളിച്ചെണ്ണ കണ്ടോ. ഡാൽഡ ഒക്കെ പോലെ ഫുൾ ഉറച്ചിട്ട്. അപ്പോൾ ഇവിടുത്തെ തണുപ്പുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയായിട്ടുള്ളത്. പിന്നെ അത് നല്ല വെളിച്ചെണ്ണ ആണെന്നുള്ളതാണ് അർത്ഥം. ചില സമയത്ത് തണുപ്പുള്ള സമയത്തും ചില വെളിച്ചെണ്ണ വാങ്ങി അങ്ങനെ ഉറക്കലില്ല കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായിട്ടോ, വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണൻ്റെ അവസ്ഥ ഉണ്ടല്ലേ, കൂടി പോവോ? ഈ ഒരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് മനസ്സിലാവില്ല. വെളിച്ചെണ്ണ കൂടും തോന്നുന്നുണ്ട്. അപ്പം ഞാനിത് ഇതൊരു കഷ്ണം എടുത്ത് മാറ്റാം കേട്ടോ. ഇത് കണ്ടോ, ആവശ്യത്തിനുള്ളത് ഇതിലുണ്ട്. അപ്പം നമ്മളെ ഏട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എണ്ണയിലേക്ക് കുറച്ച് ഉലുവട്ടെടുക്കാം കേട്ടോ. ഒരു 1/2 സ്പൂൺ ഉലുവട്ടെടുക്കണ്ടേ. ഉലുവ കൂട്ടുമ്പോഴത്തേക്കും 2 തരം ഉള്ളി. ഇതിവിടെ നെച്ചോൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു തരം മീൻകറിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറി. ഉമ്മ ഉണ്ടാക്കിയാലും ഉമ്മ ഭയങ്കര കൈപ്പുണ്യാട്ടോ. എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. ഉമ്മ അടുത്ത് വന്ന സമയത്ത് ഞാൻ ഉമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് ഏട്ട. അപ്പോൾ ഏട്ട വാങ്ങിയിട്ട് ഉമ്മാനെ കൊണ്ടെങ്കിലും ഞാൻ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അരിച്ച് വെച്ച് കൊടുത്ത് ഉമ്മ ഉണ്ടാക്കി. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അത് സത്യത്തിൽ ഞാൻ അതുകൊണ്ടാണ് ഏട്ട തന്നെ വാങ്ങിയത്, അതുപോലൊരു കറി ഉണ്ടാക്കാൻ. അപ്പം ഉമ്മ എങ്ങനെ ഉണ്ടാക്കിയതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് തക്കാളി ഉള്ളിയിട്ട് കൊടുക്കാം കേട്ടോ. അല്ല സോറി, പച്ചമുളകും തക്കാളി. അതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് മൂടി വെക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഉള്ളി തക്കാളിയൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനിനി മസാല എല്ലാം ഇടുന്നത് കേട്ടോ. അതിലേക്ക് ഈ പുളിവെള്ളമാണ് ഒഴിക്കണേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കുന്നു കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടോ. തിളക്കട്ടെ. ഞാൻ അപ്പോഴത്തേക്ക് കപ്പ നന്നാക്കി എടുക്കട്ടെ. കണ്ടിട്ട് നല്ല കപ്പയാണ് തോന്നുന്നുണ്ട്. ഇനി വെച്ചാലേ അറിയുള്ളൂ. ഞാൻ ആ മീൻകറിൻ്റെ കൂടെ ഈ കപ്പ തന്നെ കൂട്ടാമെന്ന് വിചാരിച്ചു. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനൊന്നും അല്ല കേട്ടോ ഈ കപ്പയും മീൻകറി. പക്ഷെ ഇനിയിപ്പോൾ വേറൊരു എന്തായാലും കപ്പ ആക്കണം. കാരണം ഞാൻ പറഞ്ഞില്ല, എല്ല് വേവിച്ച് വെച്ചിട്ടുണ്ട്, നല്ല ബീഫിൻ്റെ എല്ല്. അപ്പോൾ അതിനെന്തായാലും മക്കൾ സ്കൂളിൽ വരുമ്പോഴത്തേക്കും ആക്കണം. അപ്പോൾ പിന്നെ അതന്നെ കഴിക്കാൻ നോക്കി. ഒന്ന് കഴുകിയിട്ട് കുക്കറിൽ അടുപ്പത്ത് വെക്കാം. കപ്പയിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാൻ കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇപ്പോൾ ഒരു വെറൈറ്റി ആവും. ഈ വൈറ്റ് കളറിൽ കപ്പ വെക്കാൻ വലിയ ഇഷ്ടമല്ല. മീൻകറിയിലേക്ക് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി,
ഇതൊരു ടേബിൾ സ്പൂണാണ് കേട്ടോ ഇതിലുള്ളത്. ഇതിലൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഞാൻ പൊടിച്ചെടുത്തതാണ് കേട്ടോ, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് വെള്ളം വയ്ക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. പിന്നെ കഴുകി വെച്ചിട്ടുള്ള കറിവേപ്പിലിടാം കേട്ടോ. നല്ല എരിവുള്ള കറി കേട്ടോ, കാരണം പച്ചമുളക് 3 ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി ഉണ്ട്, നന്നായിട്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്തായാലും മക്കൾ കൂട്ടൂലല്ലോ. മക്കൾ ഉണ്ടാക്കുന്ന കറി സത്യത്തിൽ ഇവിടെ ഉണ്ടാക്കി എൻ്റെ വായിൻ്റെ രുചിയൊക്കെ പോയിട്ടുണ്ട്. ഉപ്പും മുളകൊന്നും ഇല്ലാത്ത കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു തീരുമാനിച്ചത്. അപ്പോൾ അത്ര തിളച്ചാൽ മതിയിട്ട് ഞാനിനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്കിതിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പാർട്ടിൻ്റെ തലയാണ്, ഇഷ്ടമില്ലാത്തത് ഈ വാല്. അപ്പോൾ കറി എന്തായാലും ഇത് മതി കേട്ടോ. ഞാനിത് മുഴുവനായിട്ട് അതിലേക്ക് ഇടുന്നില്ല, കാരണം ചിലപ്പോൾ ഈ മസാല ഇത്ര മീനിന് മതിയാവും തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് പൊരിച്ചെടുക്കേണ്ടി വരും. നന്നായി മൂടി വെച്ച് കഴിക്കാം. ഈ ബാക്കിയുള്ള ഏട്ടൻ്റെ കഷ്ണം പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല തേക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടു. പിന്നെ അത് കറക്കി വേണ്ടി പൊടിച്ചതിന് ബാക്കി കുറച്ച് കുരുമുളക് പൊടി ഇരിക്കും കേട്ടോ. അടിപൊളി. ഈ ഏട്ട കറി വെക്കുമ്പോണ്ടല്ലോ ഉപ്പ്, മുളക്, പുളി ഇതിനൊന്നും യാതൊരു കുറവും വരുത്തരുത് കേട്ടോ. അങ്ങനെ ആണെങ്കിൽ ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ല. ഒന്നാമതൊരു ഒരു കൊഴുത്തൊരു മീനല്ലേ, അപ്പോൾ ഇതിൽ ഈ ഉപ്പും മുളകും പുളിയൊക്കെ നന്നായി ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലിൽ ഞാൻ കുറച്ച് വേപ്പിലിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, നേരത്തെ എടുത്ത് വെച്ചാൽ കട്ടുണ്ടല്ലോ, അത് ഞാനില്ല, അപ്പോൾ മുഴുവനായിട്ട് ഇട്ടിട്ടില്ല. അത് തിളച്ച് ഞാനിതാ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അപ്പുറത്തേക്ക് നോക്കിക്കോട്ടെ. പിന്നെ ഇനി എൻ്റെ ബോട്ടിലിൽ വെള്ളം ഫില്ല് ചെയ്യട്ടെ കേട്ടോ. ബോട്ടിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ആദ്യം വെള്ളം നിറയ്ക്കട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ഫ്രണ്ട് കേട്ടോ, മീഷോന്ന് വാങ്ങിയതാ. ഇത് 2 ലിറ്റർ വെള്ളം കൊള്ളുന്ന ബോട്ടിലാണ് കേട്ടോ. പിന്നെ അതിലിങ്ങനൊരു സിപ്പറുണ്ട്, ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇതുള്ളതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. ഇനി ഇങ്ങനെ നമ്മളല്ലാതെ ഇങ്ങനെ ഉയർത്തി കുടിക്കണ്ടല്ലോ, ഇതാകുമ്പോൾ ഇങ്ങനെ കുടിക്കാം. അത് പിന്നെ എൻ്റെ വീട്ടിലൊക്കെ ശരിക്ക് 3 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പോൾ ഇത് 2 ലിറ്റർ ഒരു ഹാഫായി കഴിഞ്ഞാൽ ഒന്നും കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ദിവസത്തെ ആ ഒരു വാട്ടർ ഗോൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഈ പടച്ചട്ട ഒന്ന് അയച്ചു വെക്കട്ടെ. ഇന്നത്തെ യുദ്ധം കഴിഞ്ഞല്ലോ, അപ്പോൾ ഈ പടച്ചട്ട ഒന്ന് അയച്ചു വെക്കട്ടെ. ആയിട്ടുണ്ട് കേട്ടോ, കറക്റ്റാണ്. വെള്ളം കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച കപ്പ റെഡി. നമ്മുടെ എന്താ ഏട്ടക്കറി റെഡി. ഏട്ടക്കറി ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഉണ്ടോ, നന്നായിട്ട് എണ്ണയൊക്കെ ഇറങ്ങി നല്ല സുന്ദരി കറി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുഴമ്പാട്ടോ. ആദ്യം കപ്പ വിളമ്പാം. അപ്പം നന്നായിട്ട് വേണം.
എന്തായാലും ആദ്യം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, ഇനി എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല, അത്രയും വിശക്കുന്നുണ്ട്. നല്ല തലേൻ്റെ പീസ് ഇതുപോലെ എടുത്തിട്ടാം, പിന്നെ ഒരു നല്ല പീസും കൂടെ ഇടാം. ഞാനിത് എത്ര കഴിക്കണമെന്ന് വിചാരിക്കണ്ട കേട്ടോ, ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോഴേ കഴിക്കുള്ളൂ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ചൂടോട് കൂടെ കഴിക്കുന്ന ടേസ്റ്റ് പിന്നെ കിട്ടില്ലല്ലോ. അപ്പോൾ ഇതാ നല്ല കാന്താരി ഉണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ അവിടെ പോയി കഴിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം, ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടി മാത്രം നിന്ന് കഴിക്കാം. ആരും കൊതി കൂടരുത് കേട്ടോ. ടേസ്റ്റ് പറയണോ? പറയേണ്ട ആവശ്യമില്ലല്ലോ, ഊഹിക്കാലോ. നല്ല കുരുമുളകും മല്ലിപ്പൊടിയും നന്നായിട്ട് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒക്കെ ഇട്ട കറി ഇങ്ങനെ ഉണ്ടാവുന്നുള്ളത്, നല്ല പുളിയും, പറയാൻ വാക്കുകളില്ല. കേട്ടോ ഉണ്ടായതാണ്. അപ്പോൾ നമ്മുടെ മീനും വെച്ച് കഴിക്കാൻ പറ്റുന്നത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞോട്ടോ. അപ്പോൾ ഇതിപ്പോൾ സത്യത്തിൽ വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ കുളി നിസ്കാരമെല്ലാം കഴിഞ്ഞ് മക്കൾ വരുമ്പോഴേക്കും എന്തെങ്കിലും ആക്കി വെക്കാൻ വേണം. അപ്പോൾ ഞാൻ കുളിക്കുന്നതിൻ്റെ മുമ്പ് മാവ് കുഴച്ച് വെച്ചിട്ട് പോയതാട്ടോ. അടയ്ക്കുള്ള മാവ്, അടേൻ്റെ മസാല, ഇത് പത്തിരിപ്പൊടിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചതാണേ. ഇത് നല്ല അടിപൊളി മസാല, ബീഫിൻ്റെ മസാല കേട്ടോ അടേൻ്റെത്. പിന്നെ ഞാൻ പ്രത്യേകം കാണിക്കണ്ടല്ലോ. ഉള്ളി ഇപ്പോൾ സ്പെഷ്യലായിട്ടുള്ളത് ക്യാപ്സിക്കാണ് കേട്ടോ. ഉള്ളിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി. പിന്നെന്താ മസാലയായിട്ട് മുളക് പൊടി ചേർത്തിട്ടില്ല, കുരുമുളക് പൊടിയും ചേർത്തിട്ടില്ല, പച്ചമുളക് മാത്രമാണ് ചേർത്തിട്ട്. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ജീരകം, ഇത്രയും മസാല ചേർത്തില്ല. മല്ലിയില ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ചേർത്തുള്ള മസാല കേട്ടോ. പിന്നെ ഇതാ ചെറിയ ഒരു ഇതിന് മാവ് നന്നായിട്ട് കുഴയണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് പൊട്ടിപ്പോവും, മാവ് പൊട്ടിപ്പോവും. അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടുള്ള മാവായിരിക്കണേ. മഴയുടെ വരവ്, പെരുമഴ, മഴ അടുത്തെത്തിയത്, മഴ കാരണം കുള ചൂടിയത്, മഴ നനയുന്ന എല്ലാ ഇതിൽ പറയുന്നു. മഴയുടെ പദസൂര്യൻ, മഴ ചേർന്ന പദസൂര്യൻ എന്ന് പറയട്ടെ. മഴ അട ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബാക്കി ആവുന്നുണ്ട് കണ്ടോ. നന്നായിട്ട് ഞാൻ പറഞ്ഞു നിൽക്കമ്പളേ നന്നായിട്ട് മാവ് കുഴക്കണം എന്ന് പറഞ്ഞില്ലേ. മാവ് കുഴച്ചാലാണ് ഇതുപോലെ പൊട്ടാതെ അട കിട്ടുള്ളൂ. എനിക്ക് ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് എണ്ണയൊക്കെ ഇറങ്ങി ആകെ അരിപ്പൊഴുത്താണ്. ഇത് കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഞാനൊരു ചെറിയ പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് ആയതുകൊണ്ട് പിന്നെ ഒന്നും പറയാനില്ല. കഴിക്കട്ടെ.